നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു ഡ്രൈവർ തൻ്റെ ഡ്രൈവിങ്ങിനിടയിൽ കൃത്യമായും പാലിച്ചിരിക്കേണ്ട ഒരുപാട് മര്യാദകൾ വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ മര്യാദകളെ മാക്സിമം ഉൾക്കൊള്ളിച്ചിലേക്ക് സുരക്ഷിതമായും സമയബന്ധിതമായും മാന്യതയോടുകൂടെ എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന മാർഗമായ വാഹനങ്ങളെയാണ് അവലംബിക്കാറുള്ളത്. അതത്ര മോശമായ ഒരുപാട് പാർട്സുകളുടെ പിൻബലത്തിലാണ് വാഹനത്തിൽ കയറുമ്പോൾ വലതുകാൽ വെച്ചു കയറുക എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സിസ്റ്റത്തിൽ മാത്രമേ വിധേയമാക്കി തന്ന റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അർത്ഥമെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് നിയന്ത്രണ വിധേയമാകുമ്പോഴാണ് ചൊല്ലേണ്ടത് എന്നാണ്. വാഹനം ഓടി തുടങ്ങുമ്പോഴാണല്ലോ വാഹനം നമ്മുടെ നിയന്ത്രണത്തിൽ വിധേയമായി. ഏറ്റവും നല്ല ക്വാളിറ്റി മറ്റുള്ള ഡ്രൈവർമാരെയും യാത്രികരെയും മാനിക്കുകയും ചെറിയ ചെറിയ പിഴവുകൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നേരം പരിശീലിക്കേണ്ട ഏറ്റവും നല്ല രീതി ഡിഫൻസീവ് ഡ്രൈവിംഗ്. അവസാനമായി ഒരൊറ്റ കാര്യം കൂടെ പറയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഇന്നൽ മുംബിത ലാ അർളൻ ഖത്അ വലാ ലഹ്റൻ. കുതിച്ചു പായുന്നവൻ അധികമൊന്നും ദൂരം താണ്ടാൻ അവനുമായ പാർട്സുകളും കേബിളുകളും കൊണ്ടാണ് വാഹനം എന്ന നമ്മുടെ മെഷീൻ നിയന്ത്രിക്കപ്പെട്ടങ്ങ് കൊടുത്താൽ വാഹനം കുതിച്ചു കയറുമെന്നും മറ്റൊരു ചവിട്ടി ഇപ്പുറത്ത് കൊടുത്താൽ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന മാത്രയിൽ നിൽക്കുമെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം, അതാണ് അമിത വേഗതയിൽ വാഹനത്തെ ഓടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ചെറിയ ചെറിയ ക്യാബിളുകളുടെ പിൻബലത്തിലാണ് ഈ വാഹനം കുതിക്കുന്നതും നിലക്കുന്നതും എന്ന ബോധ്യം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു വേഗതയിലേക്ക് വാഹനത്തെ പായിക്കാൻ നമ്മുടെ മനസ്സ് നമ്മെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ മാനിച്ച് ബഹുമാനിച്ച് സുരക്ഷിതമായ രീതിയിൽ മാത്രം വാഹനം ഓടിച്ചു പരിശീലിക്കുക.